ഇനി പറയാൻ പോകുന്നത് ഒന്ന് നമ്മുടേതാണെങ്കിൽ ഒന്ന് ഞെട്ടിപ്പോകുന്ന, ചിലപ്പോൾ ബോധം കെട്ടുപോകുന്ന ഒരു കാര്യമാണ്. ഒരു ട്രെയിൻ യാത്ര കഴിയുന്നു, നമ്മൾ സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് ആലോചിക്കുന്നത്, അയ്യോ ഒരു ബാഗ് കാണാനില്ലോ. ഈ ബാഗിലുള്ളത് ഒരു 12 പവൻ സ്വർണ്ണമാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിലയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരായാലും ഞെട്ടിപ്പോകും. പക്ഷേ ഉടനെ പിന്നെ RPF വിളിക്കുന്നു. RPF വളരെ വേഗത്തിൽ തന്നെ ഇടപെട്ട് ആ ബാഗ് അതിൻ്റെ ഉടമകൾക്ക് തിരിച്ചു നൽകുകയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് നമ്മളോട് നയൻതാര സംസാരിക്കും, കോഴിക്കോട് നിന്ന്. നയൻതാര, 12 പവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില വെച്ച് 46,000-ന് മുകളിലാണ് പവൻ്റെ വില. അപ്പം തന്നെ എത്ര രൂപയായി? ഇപ്പോൾ സാധാരണക്കാർ അത്രയും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇത് എത്ര സമയം കഴിഞ്ഞാണ് ഇവർ തിരിച്ചറിഞ്ഞത്? RPF എങ്ങനെ ഇത് വേഗത്തിൽ കണ്ടെത്തി? ട്രെയിനിലൊക്കെ ഒരു ബാഗ് പോയാലുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ. ദിവേഷ്, ഈ സ്വർണ്ണവില കൂടി വരുന്ന വാർത്തകൾ നമ്മൾ തന്നെയാണ് പുറത്തിടുന്നത്. ആ ഒരു സമയത്താണ് ഈ ഒരു 12 പവൻ, 1ഉം 2ഉം പവനല്ല, 12 പവൻ സ്വർണം അതും ഒരു ട്രെയിനിൽ വെച്ച് മറന്നു പോവാന്ന് പറയുന്നത്, ആ ഒരു ഫാമിലി അപ്പോൾ അനുഭവിച്ചൊരു ടെൻഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റും. ഒരു കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്കുള്ള ഒരു ട്രെയിനിൽ കയറി വരികയായിരുന്നു. അങ്ങനെ ഷൊർണൂർ ഇറങ്ങി ഒരു ഏകദേശം ട്രെയിൻ കോഴിക്കോട് പാസ് ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് ഓർമ്മ വന്നത് ഈ 12 പവൻ സ്വർണ്ണം അടങ്ങിയ ബാഗ് വെച്ച് മറന്നുപോയി എന്നത്. അപ്പോൾ തന്നെ ഇവർ റെയിൽവേ RPF കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. അവരുടെ ഒരു സംയോജിതമായ ഇടപെടൽ കൊണ്ട് ഇവർ അന്വേഷിച്ചപ്പോൾ ട്രെയിൻ ഏകദേശം വടകര ഭാഗത്ത് എത്താറായി. വടകര RPF യൂണിറ്റിനെ വിവരം അറിയിച്ചു. ഈ ഫാമിലി കോച്ച് നമ്പറും സീറ്റ് നമ്പറും എല്ലാം പാസ് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ ഈ സീറ്റിനടിയിൽ വെച്ച് ഈ ബാഗ് 12 പവൻ അടങ്ങിയ ബാഗ് ലഭിക്കുകയാണ് ചെയ്തത്. അതുവരെ ആ ഫാമിലി അനുഭവിച്ചൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതാണ്. 1ഉം 2ഉം പവനല്ല, 12 പവൻ സ്വർണ്ണമാണ്. ഒരു വലിയ ബാഗ് ആയതുകൊണ്ടായിരിക്കാം ആരും എടുത്തില്ല. ഭാഗ്യത്തിന് ചെറിയ ബാഗോ മറ്റോ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ തുറന്നു നോക്കുമ്പം സ്വർണ്ണം കാണുന്നു. നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നതാണ്. ഇത്തരത്തിൽ കളഞ്ഞുപോയ സ്വർണ്ണങ്ങൾ കിട്ടാത്ത ഒരുപാട് പേര് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കോഴിക്കോട് സ്റ്റുഡിയോ തന്നെ ഞങ്ങൾ ഈ ഒരു വാർത്ത സംസാരിച്ചപ്പോൾ ഇവിടെ എല്ലാവരും തന്നെ ഇത്തരത്തിൽ അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ട്രെയിനിൽ പോകുമ്പോൾ, ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലുള്ള കഥകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ഇവരുടെ ഈ ഒരു ഫാമിലിൻ്റെ സംയോജിതമായ ഇടപെടലും അതുപോലെ RPF സംയോജിതമായ ഇടപെടലും കൊണ്ട് 12 പവൻ സ്വർണ്ണം എന്തായാലും തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. 12 1, 2 പവനായാലും ബുദ്ധിമുട്ട് തന്നെയാണ്. പൈസ അത്രയും വലുതാണല്ലോ. അപ്പോൾ എന്തായാലും അവർക്ക് തിരിച്ചു കിട്ടിയ ആശ്വാസം.